കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ടവന്, മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിയവന്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, അവിടുത്തെ ദൈവന്നേക്കുമുള്ളതെന്ന് പറയാൻ ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദയ, കരുണ 1000 തലമുറയോളം നിൽക്കുന്നതാണ്, തീർന്നു പോകാത്തതാണ്. ആരും ദയ കാണിക്കാത്തപ്പോൾ നമ്മുടെ ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആവർത്തിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറ, ഏത് പ്രതികൂലത്തിലും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കാണുന്നവനുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. പക്ഷേ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടുകാർ മറന്നാലും, മറക്കാത്ത ഒരുവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് തിരിച്ചറിയാൻ എത്ര പേർ തയ്യാറുണ്ട്? അവരെ സഹായിക്കാൻ എൻ്റെ ദൈവം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അനേക പ്രതിസന്ധികളിലൂടെ കടക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് വചനത്തിലൂടെ പറയാനുള്ളത്, കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ദൈവം, കഷ്ടതയുടെ നടുവിൽ നടന്നാലും വീണ്ടും ജീവിപ്പിക്കുന്നവൻ, ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്നവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നവൻ. അധികാരത്തിൻ്റെ ശബ്ദമാണത്, കേട്ടോ. ഞാനാകുന്നവൻ. ഞാൻ പ്രതികൂലങ്ങൾ നിൽക്കുന്നവരോട്, ബലം നഷ്ടപ്പെടുന്നുവെന്ന് ചിന്തിക്കുന്നവർ പറയുന്നു, ഞാനാകുന്നവൻ, അധികാരമുള്ളവൻ, സർവശക്തൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സകലത്തെയും ഭംഗിയായി ചമച്ചവൻ വിളിച്ചു പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ 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 നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ നമുക്ക് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം. അളവിറ്റ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ആ കരുതലിനായി നന്ദി പറയാം. സഹോദരങ്ങളെ, കഴിഞ്ഞ ഓരോ സംവത്സരങ്ങളിൽ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കൂ. എങ്ങനെ വരുമെന്നും എങ്ങനെ നടക്കുമെന്നും എന്തായിത്തീരുമെന്നും ഒക്കെ സംശയിച്ചപ്പോൾ ദൈവം എല്ലാം ഭംഗിയായി ചെയ്തു തന്നില്ലേ? വീണ്ടും വിശ്വസ്തരായിരിപ്പീൻ, വിശുദ്ധരായിരിപ്പീൻ, പ്രമാണപ്രകാരം ജീവിക്കുവിൻ. ദൈവം ഒന്നിനും മുട്ടുവരുത്തില്ല. എല്ലാം അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവിടത്തേക്ക് നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. നീതിമാന്മാർ അതിലൂടെ കടക്കും. ഒരശുദ്ധനും അതിലൂടെ പ്രവേശനമില്ല. സ്തോത്രം. ദൈവം ഒരുക്കുന്ന വഴി തൻ്റെ ജനത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ആഴിയിൽ പാതയൊരുക്കിയ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. ധൈര്യത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ അവിടെ നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും മാറ്റമില്ലാത്ത ദൈവശബ്ദം നമ്മെ ശക്തിയോടെ നടത്തുന്നില്ലേ? അല്പം സന്താപങ്ങൾ അകത്ത് വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ വചനം എത്രയോ തവണ നമ്മളെ ബലത്തോടെ നിർത്തി, മുറിവുകളെ കെട്ടി, ഇല്ലേ? തകർന്ന മനസ്സുമായി നമ്മളായിരുന്നപ്പോൾ അവിടുത്തെ വചനം പറഞ്ഞില്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥൻ,
മനസ്സ് തകർന്നവരെ ഞാൻ രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഉറപ്പിച്ച ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വചനങ്ങൾക്കായി നന്ദി പറയാം. ലൂക്കോസ് സുവിശേഷം 4:25. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രയേൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു. ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. 3 വർഷവും 6 മാസവും ദേശത്ത് മഹാക്ഷാമമുണ്ടായി. ദൈവം ഏലിയാവിനെ പുലർത്തി. ദൈവം ഏലിയാവിനെ നടത്തി. അടുത്ത ഒരു ഘട്ടം വന്നപ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവും നിന്നു. ഏലിയാവിന് ഭാരമുണ്ടായി കാണാൻ സാധ്യതയുണ്ട്. ദൈവം പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന മനുഷ്യൻ, ദൈവം പുലർത്തിയ മനുഷ്യൻ, ഒരു നേരത്തെ ആഹാരത്തിന് മുടക്കം വരുത്താത്ത ദൈവം ഒരു സുപ്രഭാതമായപ്പോൾ വഴി അടഞ്ഞോ? പ്രിയരെ, ചിലത് അടയുന്നതല്ല, ദൈവത്തിൻ്റെ പർപ്പസ് മറ്റൊരിടത്ത് വെളിപ്പെടുത്താൻ അവിടുത്തേക്ക് ഹിതമുള്ളത് കൊണ്ട് ചിലത് അടച്ചെങ്കിലേ നിന്നെ ഇപ്പുറത്ത് ദൈവത്തിന് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് എന്താ അങ്ങനെ സംഭവിച്ചത്, എന്താ അത് അടഞ്ഞത്? അല്ല, അടഞ്ഞതല്ല. ഇപ്പുറത്ത് മറ്റു ചില അത്ഭുതങ്ങൾ, മറ്റു ചില ഉറവകൾ, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ നിന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റണം, കക്കയുടെ വരവ് നിൽക്കണം. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാവണം. ഇനി അടുത്ത ഭാഗം നോക്കൂ. അവിടെ പല വിധവമാർ ഉണ്ടായിരുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിൽ, ഇത് ഇസബലിൻ്റെ നാടാണ് സീദോൻ, അവിടെയാണ് ചില മരണങ്ങളെ മാറ്റാൻ, വേണ്ട ഇനിയും ജീവിക്കണ്ട, ഒരട ഉണ്ടാക്കി തിന്ന് ഞാനും മോനൂടെ കഴിച്ചിട്ട് മരിക്കാം, പ്രതീക്ഷ നഷ്ടപ്പെട്ട ചിലരെ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും മടക്കിക്കൊണ്ടുവരാൻ ഇസബലിന്റെ ശക്തിയുടെ വ്യാപാരമുള്ളിടത്ത്, വെല്ലുവിളികൾ ഉള്ളിടത്ത്, ജീവന് ഭീഷണി ഉള്ളിടത്ത്, കുടുംബങ്ങളെ തകർത്ത് കളയാൻ അണിയറയിൽ പദ്ധതി ഒരുക്കുന്നിടത്ത്, മുന്തിരിത്തോട്ടങ്ങളെ ചിരത്തോട്ടമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇടത്ത് ഇപ്പുറത്തൊരു ഏലിയ എഴുന്നേൽക്കുകയാ. കെരീത്ത് വറ്റിയത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായോ? ഇസബലിന്റെ അടിത്തറ ഇളക്കുവാൻ, ചില കുടുംബങ്ങളിൽ മരണം വിതയ്ക്കുവാൻ, ഇനിയും ജീവിക്കണ്ട എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അങ്ങനല്ലേ അവര് പറഞ്ഞത്? ആ ഒരു ടെൻഡൻസി അല്ലേ അകത്ത് വന്നത്? ഇവരോട് ആര് പറഞ്ഞു ഇവർ മരിക്കുമെന്ന്? അകത്തു നിന്ന് പറയുന്ന വാക്കുകളാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് മുഴങ്ങുന്ന ചില വാക്കുകളെ സ്വർഗം ക്യാൻസൽ ചെയ്യുകയാ. ഇനി ജീവിക്കാൻ പറ്റില്ല, കുടുംബമായി പാർക്കാൻ പറ്റില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റില്ല, ഇവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ അകത്ത് പിശാച് കൊണ്ടുവരുന്ന ചില തന്ത്രങ്ങളെ പൊട്ടിക്കാൻ ദൈവാത്മാവ് ചില അഭിഷേകമുള്ളവരെ, ആത്മനിയോഗമുള്ളവരെ കുടുംബങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലമാ. പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ എഴുന്നേറ്റതിനെ ബ്രേക്ക് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. നീ മരിക്കാനുള്ളവനല്ല, നീ തകരാനുള്ളവനല്ല, നീ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളതല്ല നിന്റെ ജീവിതം. ഇപ്പുറത്ത് ചില തുടക്കങ്ങൾ, എണ്ണ കുറയാതെ, കലത്തിൽ എണ്ണ കുറയാതെ, പ്രൈസ് ഗോഡ്,
കലത്തിൽ മാവ് കുറയാതെ, കലശത്തിൽ എണ്ണ കുറയാതെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ നടത്താൻ വേണ്ടിയാണ് ഇപ്പുറത്ത് ഏലിയാവിനെ അവിടെ നിന്ന് ഇവിടെ അയച്ചത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേറ്റ് കമാൻഡ് ചെയ്യട്ടെ. ചില മരണത്തിൻ്റെ ശക്തികളെ ബ്രേക്ക് ചെയ്യട്ടെ. മതി, ഇനി എനിക്ക് ജീവിക്കേണ്ട, മടുത്തു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിൽക്കുന്ന ചില ദുഷ്ടശക്തിയുടെ പ്രേരണകൾ കുടുംബങ്ങളെ സ്വാധീനിക്കുമ്പോൾ, തലമുറകളെ സ്വാധീനിക്കുമ്പോൾ, ഇവിടെ വെച്ച് അസ്തമിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ എൻ്റെ ദൈവം തയ്യാറല്ല. അതുകൊണ്ടാണ് പലർ അവിടെ ഉണ്ടായിരുന്നിട്ടും പർട്ടിക്കുലറായി വീട്ടിലേക്ക് വിട്ട മനസ്സിലായി ഇവർ മരിക്കാൻ ഇച്ഛിച്ച വീടാണ്, അവസാനിപ്പിക്കാൻ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ, വേണ്ടെന്ന് വെക്കാൻ, ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നില്ലെന്ന് പറയാൻ ഉള്ളിൽ വേദനയുടെ തിരകൾ ആഞ്ഞടിച്ച ഒരു കുടുംബമാണ്. അത് മാറ്റാൻ ഇന്ന് പകൽ ദൈവം പരിശുദ്ധാത്മ നിയോഗത്തോടെ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്നവർ പറ, ഇല്ല, ചിലർ ജീവിക്കാൻ ഞങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കാൻ പോകുക. ചിലരെ ജീവിപ്പിക്കാൻ, ചിലരെ ശക്തീകരിക്കാൻ, ചില മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, ചില വെല്ലുവിളികളെ തകർക്കാൻ, അസ്വസ്ഥമാക്കുന്ന, വാദിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ, ആർഗ്യുമെന്റ്സുകൾ നാളുകളായി മരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അകത്ത് പിശാച് മുഴക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ സ്വർഗം ക്യാൻസൽ ചെയ്യുക. ഈ ദൂത് കേൾക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പലരുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുക. പരിശുദ്ധാത്മ നിയോഗത്തോടെ കുടുംബങ്ങൾ ചിലർ എഴുന്നേൽക്കാൻ തയ്യാറാകൂ. യെസ്, ഹല്ലേലൂയ. ഇസബലിന്റെ വ്യാപാരങ്ങൾ പൊട്ടുക. ഹല്ലേലൂയ. നോക്കൂ, ആ വിധവയുടെ അടുക്കലേക്കല്ല, സ്രാപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ല, അവരാരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അയച്ചതിൻ്റെ പർപ്പസ് മനസ്സിലായോ? ഇന്ന് പകൽ അയക്കപ്പെടാൻ, നിയോഗിക്കപ്പെടാൻ, ആത്മാവിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കാൻ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കണ്ടെത്തിയിരിക്കുന്നു. ചിലത് അടഞ്ഞതല്ല, നിങ്ങളിലൂടെ ചിലത് തുറക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ചില ഉറവകൾ തുറക്കാൻ പോകുക. തീർന്നു എന്ന് പറയുന്ന ഇടത്ത് പകരാൻ ഒരു ആത്മപകർച്ച, പ്രാർത്ഥനയുടെ പകർച്ച, യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ പകർച്ച ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ ദൈവാത്മാവ് നൽകുക. കർത്താവേ, മരണം മാറി ജയം വ്യാപരിക്കുന്നതിന് സ്തോത്രം. വിലാപം മാറി നൃത്തം വന്നിരിക്കാൻ സ്തോത്രം. രട്ട് മാറി സന്തോഷം വന്നിരിക്കാൻ സ്തോത്രം. ജനം വിടുവിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, കുടുംബങ്ങളുടെ അകത്ത് നാളുകളായി കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന ചില അസമാധാനത്തിൻ്റെ ശക്തികൾ, അസ്വസ്ഥമാക്കുന്ന മണ്ഡലങ്ങൾ, ജീവിതത്തെ വിരക്തിയിലേക്ക് കൊണ്ടുവരുന്ന ഫുൾ സ്റ്റോപ്പ് ഇടിപ്പിയ വാദങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൊളിച്ചിരിക്കുകയാണ്. ആത്മാവിൽ അഭിഷേകമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടെ എഴുന്നേൽക്കൂ. ചിലതിനെ ചവിട്ടി മതിക്കൂ. ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. എല്ലാവരെയും ഈ വചനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.